ടീച്ചറെ നമ്മുടെ VBS ചെറിയൊരു ഫീഡ്ബാക്ക് പറയാം, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ VBS വളരെ അനുഗ്രഹപ്രദമായിരുന്നു. നല്ല കുട്ടികൾ, നല്ല ഡയറക്ടേഴ്സ്, എക്സലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിലായിരുന്നു. നല്ല പപ്പറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു VBS ആയിരുന്നു ഈ വർഷത്തെ VBS. വെറുതെ ഇരുന്നിട്ട് തീരവയ്യ സാറേ പറ സാറേ സാറോക്കെ പറ സാറേ സാറോക്കെ. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് കൊല്ലകടവൽ എന്ന സ്ഥലത്താണ്. ബെഥൽ ഹൗസ് ഓഫ് പ്രയർ എന്ന കൂട്ടായ്മയുടെ വകയായിട്ട് എക്സൽ VBSന്റെ ഈ വർഷത്തെ VBS 3 ദിവസം വളരെ അനുഗ്രഹപ്രദമായി നടന്നു. എക്സലിലെ അതിലെ പ്രധാനപ്പെട്ട ആളുകൾ വരികയും നേതൃത്വം കൊടുക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ അനുഗ്രഹപ്രദമായി. ഒരു പുതിയ സ്ഥലമാണ് കൊല്ലകടവ്. അവിടെ നടന്ന ഈ VBSൽ 100 കണക്കിന് പങ്കെടുക്കുന്നുള്ളത് ഒരു അനുഗ്രഹപ്രദമായ കാര്യമാണ് എന്ന് പറഞ്ഞ ആക്ഷൻ സോങ്, അവരുടെ സോങ്, ആക്ടിവിറ്റീസ്, പപ്പറ്റ് ഷോ എന്ന് വേണ്ട എല്ലാം വളരെ അനുഗ്രഹപ്രദമായിരുന്നു. എക്സൽ VBSന് എല്ലാവിധ അനുഗ്രഹങ്ങളും വാഴ്വും കൃപയും ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുകയും ബ്രദർ ബിനു വടശ്ശേരിക്കുള്ള പ്രത്യേക നന്ദിയും വന്ദനവും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ സംഘാടകര്, അതിൻ്റെ പ്രവർത്തകർ എന്ന് വേണ്ട താഴെ തൊട്ട് മോളി വരെയുള്ള മുഴുവൻ പേരും ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു. ഈ VBSൽ പങ്കെടുത്ത എല്ലാവരും ഞങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ എക്സൽ VBSന്റെ പ്രത്യേക അഭിനന്ദനവും അനുഗ്രഹവും അറിയിച്ചുകൊള്ളുന്നു. ഗോഡ് ബ്ലസ് യു. ലവ് യു. ബദൽ ഹൗസ് ഓഫ് പ്രയറിൻ്റെ VBS എക്സൽ VBS ആണ് നടത്തിയത്. ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഇത് കടന്നു വന്നത് എനിക്ക് ഏറ്റവും അനുഗ്രഹമെന്ന് പറയാൻ സഹായിക്കുന്നു. ഇത് തീർന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ മനപ്രയാസമുണ്ട്. നീ തിരിച്ചു പോകാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സില്ല. പിള്ളേർ പാട്ട് കൊണ്ട് നല്ല എൻജോയ് ചെയ്തു. കുഞ്ഞുങ്ങളെല്ലാം ഇൻവോൾവ് ആയിരുന്നു. ചെറിയ കുഞ്ഞു തൊട്ട് വലിയ ഞങ്ങൾ 74 വയസ്സുള്ള അമ്മമാർ വരെ ഞങ്ങളുടെ കൂടെ സഹകരിച്ച ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ആത്മാർത്ഥതയോടെ ഈ ഫുൾ 3 ദിവസവും നമ്മുടെ കൂടെ എല്ലാത്തിലും പങ്കുകൊണ്ടു. ഏജ് വ്യത്യാസമില്ലാതെ എൻജോയ് ചെയ്തെന്ന് പറയാം. ഞാൻ ഇതിനകത്തിൽ പിള്ളേരുടെ കൂട്ടത്തിൽ വന്നാണ്. ഞാൻ ഒരു ദിവസം ലീവ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സന്തോഷമുണ്ട്, ഒരുപാട് അനുഗ്രഹപ്രദമായിരുന്നു. നമ്മുടെ പാട്ടുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇന്നലെ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഗെയിമുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2026 ഈ എക്സൽ VBS ഏറ്റവും നല്ല മനോഹരമായിരിക്കുന്ന ഒരു VBS ആയിരുന്നു. നിങ്ങളുടെ വിശേഷാൽ എക്സൽ VBS എന്ന് വന്ന ഡയറക്ടർ ലിയോണ വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇടപെടുകയും അനുഗ്രഹമായ രീതിയിൽ നന്നായി VBS കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടത്തുവാൻ പ്രിയ ലിയോണയ്ക്ക് കഴിഞ്ഞു. അതിൽ ലിയോണ നന്നായി വിജയിച്ചു തന്നെ എന്ന് വേണം പറയാൻ. വളരെ നല്ല നല്ല VBS ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. ഡാൻസും ആക്ഷൻസും പാട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ് ഏതാണെന്ന് പറയാമോ? കുള്ളൻ സക്കായി. അപ്പൊ എല്ലാ കൂട്ടുകാരോട് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് കുള്ളൻ സക്കായാണ് പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ദിവസം VBS എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിട്ട് 3 ദിവസം എൻജോയ് ചെയ്തായിരുന്നോ? ഓക്കെ. നമ്മുടെ 3 ദിവസം VBS എങ്ങനെ ഉണ്ടായിരുന്നു പറയാം? സൂപ്പർ ആയിരുന്നു അല്ലേ? ടീച്ചറെ, നമ്മുടെ 3 ദിവസം VBS അല്ലേ നമ്മുടെ കൊല്ലകടവിൽ, എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല അനുഗ്രഹീതമായ VBS ആയിരുന്നു. ലിയോണയുടെ നല്ല ലീഡർഷിപ്പും എക്സലിന്റെ ഏറ്റവും വലിയ നല്ല ഒരു ലീഡർഷിപ്പും ആയിരുന്നു. പിള്ളേർ എങ്ങനെയൊക്കെ രീതിയിലാണ് എൻജോയ് ചെയ്തത്? നല്ല പാട്ടുകളായിരുന്നു, മനോഹരമായ പാട്ടുകളും. പിള്ളേർ നന്നായിട്ട് ആസ്വദിച്ച് ആക്ഷൻ സോങ് ഒക്കെ അതുപോലെ പകർത്തിയെടുത്ത് ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരുന്നു ഇപ്രാവശ്യം നമുക്കുണ്ടായിരുന്നത്. എല്ലാം വളരെ അനുഗ്രഹീതമായിരുന്നു. ഓക്കെ മോനെ, 3 ദിവസം നല്ലൊരു VBS ആണല്ലേ? മോന്റെ അഭിപ്രായം ഒന്ന് പറയാമോ, എങ്ങനെ ഉണ്ടായിരുന്നു? VBS കൊള്ളായിരുന്നു. 3 ദിവസവും വന്ന് നല്ലതായിരുന്നു. ഇത് നമ്മുടെ എക്സൽ VBSൽ നിന്ന് ബദൽ VBSലേക്ക് വന്ന എക്സലിൽ നിന്ന് വന്ന VBS ഡയറക്ടർ ലിയോണയാണ്. ലിയോണ, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബദൽ VBS? അടിപൊളി. എനിക്ക് എക്സലിൽ നിന്ന് വന്ന് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊല്ലകടവ് വന്നിട്ട് VBS പഠിപ്പിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അടിപൊളി പിള്ളേരായിരുന്നു, ഒരു രക്ഷയില്ല. അതേപോലെ ടീച്ചേഴ്സ്, വോളണ്ടിയേഴ്സ്, സകല ആൾക്കാർ, ഇതിന്റെ കോർഡിനേറ്റേഴ്സ് എല്ലാവരും സൂപ്പർ ആയിരുന്നു, ഒരു രക്ഷയില്ല. ഭയങ്കര വൈബ് പിള്ളേരായിരുന്നു ഇവിടുത്തെ. കോർഡിനേഷൻ അടിപൊളി, സൂപ്പർ. ഇതേപോലെ ഇനി ധാരാളമായിട്ട് ദൈവം ഒത്തിരി VBS നിങ്ങൾക്ക് നടത്താൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഞങ്ങളുടെ പ്രിയ ഡയറക്ടർ ലിയോണ ബദൽ VBSന് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യാൻ ലിയോണയ്ക്ക് കഴിഞ്ഞു.
ദൈവം ലിയോണെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. 3 സ്ഥലങ്ങളിൽ ഒത്തിരി കുഞ്ഞുങ്ങളെ കർത്താവിനായിട്ട് നിന്നിട്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബദേൽ? നമ്മുടെ ബദേൽ ചർച്ചിലെ VBS ഏറ്റവും മനോഹരപ്പെട്ട VBS ആയിരുന്നു. നല്ല നമ്മുടെ എക്സലിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല പാട്ടുകളായിരുന്നു. കുട്ടികൾക്ക് നല്ല എളുപ്പത്തിൽ അത് പഠിക്കുവാനും ആക്ഷൻ ചെയ്യുവാനും ഉള്ള ഒരു പാട്ടുകളായിരുന്നു. നല്ല രീതിയിൽ എല്ലാ ആക്ടിവിറ്റി, നല്ല ഗെയിമുകളും നല്ല പപ്പഡ് ഷോയും ഇന്ന് ലാസ്റ്റ് ദിവസമായി ഇന്ന് നല്ല രീതിയിൽ കുട്ടികളോട് എൻജോയ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പപ്പഡ് ഷോ? നന്നായിട്ട് നമ്മുടെ പിള്ളേർ ചെയ്തു. എങ്ങനെയാണ് ജോൺസന്റെ അനുഭവം? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഈ പപ്പഡ് ഷോ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു പിള്ളേർക്ക് ഏറ്റവും രീതിയിൽ നല്ല രീതിയിൽ സുവിശേഷം അറിയിക്കുന്ന ഒരു സംഭവമാണ് ഈ പപ്പഡ് ഷോ എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ വന്ന ടീം മെമ്പേഴ്സ് നല്ല രീതിയിൽ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഈ നമ്മുടെ എക്സലിന്റെ ഒരു ഡയറക്ടറായി കിടന്ന ലിയോണ നല്ലൊരു അഭിപ്രായമാണ് പറയാനുള്ളത്. നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാനും നല്ല സോങ്സ് പഠിപ്പിക്കുവാനും കർത്താവിനും യേശു കർത്താവിനെ കുറിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനും പ്രിയപ്പെട്ട സിസ്റ്ററിനെ ദൈവം സഹായിക്കുന്നത് ഓർത്ത് നന്ദി പറയുകയാണ്. എനിക്ക് പറയാനുള്ളത് ഈ താബോർ BBSലും ബദേൽ BBSലും പപ്പറ്റ് ഷോ അവതരിപ്പിക്കാൻ വന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. വളരെ മനോഹരമായിട്ട് ലളിതമായ രീതിയിൽ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് യേശുവിനെ പറ്റി കൺവേ ചെയ്യുവാനും അവർ മെസ്സേജ് കൺവേ ചെയ്യുവാനും അവർക്ക് സാധിച്ചു. ആ പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവരും ദൈവരായത്തിനൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആ ശുശ്രൂഷയ്ക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്നായി അവർ കുഞ്ഞുങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുവാനും കുഞ്ഞുങ്ങൾക്ക് അവരെ ഇമ്പാക്ട് ചെയ്യുവാനും ഒക്കെ അവർക്ക് സാധിച്ചു. അവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു മേളം ഞാൻ കണ്ടിട്ടില്ല, പിടുത്തം കിട്ടുന്നില്ല, എനിക്കൊരു പുറകണില്ല.